ബ്രസ്റ്റ് ക്യാൻസർ സത്യം പറഞ്ഞാൽ ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല ക്യൂർ റേറ്റ് ഉള്ളൊരു ക്യാൻസറാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആൾക്കാരെ ഡോക്ടർമാരുടെ അടുത്ത് എത്തുമ്പോൾ ഇപ്പോഴും സ്റ്റേജ് 3 സ്റ്റേജ് 4 എത്തുന്ന പേഷ്യൻസ് ഉണ്ട്. മുഖത്ത് നോക്കി പറഞ്ഞു വേർന്നുകൊണ്ടല്ലേ ഡോക്ടർ, എന്റെ ധൈര്യം, രേണുസുതിക്ക് നല്ല ധൈര്യമുള്ള ആളല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവസാനം രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് രേണുസുതിനെ സമ്മതിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആദ്യം അറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷഫീന ബീവിനെ ഒരു പെൺകുട്ടി വിളിക്കുകയും ആ പെൺകുട്ടി ഷഫീന ബീവിയോട് പറയുകയും ചെയ്തു, എന്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ രേണുസുതി ചികിത്സയ്ക്ക് വന്നിരുന്നു, രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന്. ഷഫീന ബീവി പോലും ആ കാര്യം വിശ്വസിച്ചില്ല. ഷഫീന ബീവി ആ പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് 10 മിനിറ്റുള്ളിൽ തെളിവ് വരണം, ഉടായ്പുമായിട്ട് ഇങ്ങോട്ട് വരില്ലെന്ന്. കാരണം സോഷ്യൽ മീഡിയയിൽ രേണുസുതിയെ കുറിച്ച് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് ഷഫീന ബീവി ഓർത്തു, പെട്ടെന്ന് കേട്ടപ്പോഴത്തേനും ഇത് ഫേക്ക് ആണെന്ന്. അതായത് ഒന്നും അറിയാത്ത, അതായത് ഷഫീന ബീവിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടി വിളിക്കുന്നു, ഈ കാര്യം പറയുന്നു. അപ്പൊ ആർക്കാണെങ്കിലും ഡൗട്ട് തോന്നും. അതുപോലെ അവർക്കും ഡൗട്ട് തോന്നി. ഒരിക്കലും ഷഫീന ബീവിന് ഈ കാര്യത്തിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളെ അറിയാത്ത ഒരാൾ നമ്മളോട് വിളിച്ചു പറയുവാണ് രേണുസുതിക്ക് ക്യാൻസർ ആണ്, രേണുസുതി ഹോസ്പിറ്റലിൽ വന്നെന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഡൗട്ട് തോന്നും. കാരണം രേണുസുതിയോട് ദേഷ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും വിളിച്ചതാണെന്നേ നമ്മൾ ഓർക്കത്തുള്ളൂ. രേണുസുതിയുടെ ട്രീറ്റ്മെന്റ് നടന്നത് പരിമല ഹോസ്പിറ്റലിലാണ്. ഷഫീന ബീവിനെ വിളിച്ചു പറഞ്ഞ പെൺകുട്ടിയുടെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുകയാണ്. ആ സിസ്റ്റർ വഴിയാണ് ഈ പെൺകുട്ടി ഈ കാര്യം അറിഞ്ഞത്. ഷഫീന ബീബി ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ തെളിവും കൊണ്ട് വരണമെന്ന്. സത്യം പറയുവാണെങ്കിൽ ഈ പെൺകുട്ടി എന്ന് ചോദിച്ചാൽ ഒന്നും തെളിവ് കൊടുക്കത്തില്ല. ഒരാളുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ ബന്ധുവായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അകത്ത് കിടക്കും. സത്യം പറയുവാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. രേണുസുതി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഒരുപാട് പ്രകസനങ്ങളൊക്കെ കാണിച്ചിരുന്നു. അതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. വിമർശിച്ചിട്ടില്ലെന്ന് പറയുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും ഓർത്തിരുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, രേണുസുതിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുവാണെങ്കിൽ തുടങ്ങാം, പക്ഷെ അതൊരിക്കലും സുധിച്ചേട്ടന്റെ പേരിലായിരിക്കരുത്. സുധിച്ചേട്ടന്റെയും മക്കളുടെയും പേര് പറഞ്ഞോട്ടെ, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. രേണുസുതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പ്രകസനങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കാണിക്കുന്നതെല്ലാം തെറ്റാന്ന് അറിഞ്ഞിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. രേണുസുതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. ബ്രസ്റ്റ് ക്യാൻസർ സത്യം പറഞ്ഞാൽ ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല ക്യൂർ റേറ്റ് ഉള്ളൊരു ക്യാൻസറാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആൾക്കാരെ ഡോക്ടർമാരുടെ അടുത്ത് എത്തുമ്പോൾ ഇപ്പോഴും സ്റ്റേജ് 3 സ്റ്റേജ് 4 എത്തുന്ന പേഷ്യൻസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ബ്രസ്റ്റിലെ മുഴയെ പറ്റിയിട്ടാണ്. ബ്രസ്റ്റ് ഒരു ലംബ് കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ എന്ന് ആദ്യം വിചാരിക്കും. 10 പേര് ബ്രസ്റ്റ് ലംബമായിട്ട് വരികയാണെങ്കിൽ 9 പേർക്കും ക്യാൻസർ അല്ലാത്ത മുഴകളായിരിക്കും. നേരത്തെ പീരീഡ് ആവുക, എന്നിട്ട് ആ പീരീഡ് നിൽക്കാൻ വൈകുക, കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീകൾ, പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത സ്ത്രീകൾ, പിന്നെ നമുക്ക് തൊലിപ്പുറത്തുണ്ടാവുന്ന മാറ്റങ്ങൾ, ഓറഞ്ചിന്റെ തൊലി പോലെ സ്കിൻ മാറുക, നിപ്പിൾ ക്രാക്ക്, നിപ്പിൾ ഉള്ളിലേക്ക് വലിയ, പിന്നെ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരാം. ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. സ്ത്രീകൾ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ വേദനയില്ലാത്ത മുഴകൾ ഉണ്ടായാൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. സത്യം പറഞ്ഞ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ അസുഖം അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിനെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ട് ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്, ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുൾ ആയിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. രേണുസുതി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു രോഗത്തിന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേനും ഫാമിലിയോടൊപ്പമാണ് പോയത്. രേണുസുതി ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേനും ഈ മുഴയുടെ കാര്യം പറഞ്ഞു. അപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞെന്നാണ് പറയുന്നത്, ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ക്യാൻസർ ആകാം. രേണുസുതി അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ലെന്നാണ് പറയുന്നത്. രേണുസുതി ഫാമിലിയോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഫാമിലിക്കൊപ്പമാണ് പോയെന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലില് 15 വയസ്സേ ഉള്ളൂ. അപ്പൊ 15 വയസ്സുണ്ടെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും നമ്മളുടെ വീട്ടുകാർ കാണും, അല്ലാതെ നമ്മൾ കയറി ചെല്ലത്തില്ല. ഇപ്പൊ 15-14 വയസ്സുള്ള കുട്ടികളൊക്കെ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോഴത്തേനും പാരന്റ്സും കൂടെ കയറി ചെല്ലുക. ഇല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ആ കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ അന്ന് രേണുസുതിയുടെ കൂടെ അമ്മയും അച്ഛനും ആരെങ്കിലും കയറി ചെല്ലുവാണെങ്കിൽ രേണുസുതിക്ക് ഇപ്പൊ ഈ അവസ്ഥ വരില്ലായിരുന്നു. കാരണം അന്ന് ഓപ്പറേഷൻ ചെയ്തേനെ. സ്തനാർബുദത്തിന്റെ കുറച്ച് ലക്ഷണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് തന്നെ സ്വയം പരിശോധിച്ച് വളരെ നേരത്തെ തന്നെ ഈ അസുഖം സംശയിക്കാവുന്നതാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്തനത്തിൽ കാണുന്ന മുഴകളാണ്. മുഴകൾ എന്ന് പറയുമ്പോൾ അത് വേദനയുള്ളവയും വേദനയില്ലാത്തവയും ഒക്കെ ഉണ്ടാകാം. ഏത് മുഴയാണെങ്കിലും അത് സ്തനാർബുദമല്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ പരിശോധനകൾ വഴി സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അല്ല എന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യണം.
അതോടൊപ്പം തന്നെ സ്തനത്തിൻ്റെ ഞെട്ടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞെട്ടികൾ ഉള്ളിലേക്ക് വലിയുകയോ അല്ലെങ്കിൽ ഞെട്ടിയിൽ നിന്ന് രക്തം പോവുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് ക്യാൻസറിൻ്റെ തുടക്കമാകാം. കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്തനത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം, സ്തനത്തിൻ്റെ തൊലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, തൊലി ചുളിയുകയോ തൊലിയിൽ കുത്തുകൾ വരികയോ പാടുകൾ വരികയോ അല്ലെങ്കിൽ തൊലി കുഴികൾ മാതിരി രൂപാന്തരപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ചിട്ടും ഓറഞ്ചിൻ്റെ തൊലി പോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പരിശോധനകൾ ചെയ്യണം. സ്തനത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ മിക്ക സ്ത്രീകളിലും കാണാറുണ്ട്. പക്ഷേ വലിയ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കക്ഷത്തിലുള്ള ചെറിയ മുഴകളോ അല്ലെങ്കിൽ കൈക്ക് കൂടുതൽ വണ്ണം കൂടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും സ്തനാർബുദത്തിൻ്റെ പരിശോധനകൾ ചെയ്യണം. അപ്പോൾ ഓർക്കുക, സ്തനത്തിലുണ്ടാകുന്ന ഏത് മാറ്റവും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ ക്യാൻസർ വന്നിട്ട് ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയപ്പോൾ രേണുസുതി അറിഞ്ഞെന്നാണ് പറയുന്നത്. സത്യം പറയുവാണെങ്കിൽ അപ്പം തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണമായിരുന്നു. രേണുസുതി ഒരുപാട് ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് പോയി, ഗ്ലൂട്ടാത്തയോന്റെ ട്രീറ്റ്മെന്റിന് പോയി, പല്ല് ശരിയാക്കുന്ന ട്രീറ്റ്മെന്റിന് പോയി. അതിനൊക്കെ പകരം ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് പോകുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നതല്ല, ഇനിയെങ്കിലും നല്ല രീതിക്ക് പോകാൻ വേണ്ടി പറയുന്നതാണ്. ക്യാൻസർ ആണെന്ന് പറഞ്ഞു മുഖത്ത് നോക്കി പറഞ്ഞു വേർന്നു കൊണ്ടല്ലേ ഡോക്ടർ. എൻ്റെ ധൈര്യം, രേണുസുതിക്ക് നല്ല ധൈര്യമുള്ള ആളല്ലേ. അപ്പം ഞാൻ അപ്പം ചിന്തിച്ച്, ഞാൻ ആ ഒറ്റ നിമിഷത്തിൽ കേട്ടപ്പം എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അത് ആരാണേലും അങ്ങനെ ഒരു അവസ്ഥ, ആർക്കും ശത്രുക്കൾക്ക് പോലും, നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ. ഞാൻ ഇനി കരയാൻ പറ്റുന്നില്ല, കാരണം അതുപോലെ ഞാൻ അവിടെ ഇരുന്ന് പോയി. കരയാൻ പോലുള്ള ഇതായി ഇല്ല. സത്യം പറയുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് രേണുസുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരും, എനിക്ക് 100% ഉറപ്പാണ്. അത്രയ്ക്കും ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഡോക്ടർ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ക്യാൻസർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് പറയത്തില്ല, നമ്മൾ പേടിക്കുന്നു ഓർത്തിട്ട് നമ്മുടെ ബന്ധുക്കളോടൊക്കെയാണ് പറയുന്നത്. ഇത് രേണുസുതിയോട് നേരിട്ട് പറഞ്ഞെന്നാണ് പറയുന്നത്. നിങ്ങളൊരു ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങളോട് പറയുവാണ് നിങ്ങൾക്ക് ക്യാൻസർ 3rd സ്റ്റേജ് ആണെന്ന്. എത്രയൊക്കെ ബോൾഡ് ആണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേനും ആരാണെങ്കിലും ഞെട്ടും. അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല രേണുസുതിയോട് നേരിട്ട് പറഞ്ഞപ്പോഴത്തേനും രേണുസുതി വല്ലാത്തൊരു അവസ്ഥയിലായെന്നാണ് പറയുന്നത്. രേണുസുതിയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാണ്. ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. കഴിഞ്ഞ ദിവസം എങ്ങാണ്ടാണ് രേണുസുതി ഈ ക്യാൻസർ ആണെന്നുള്ള കാര്യം അറിഞ്ഞത്. അതറിഞ്ഞപ്പോഴാണ് രേണുസുതിയുടെ മുഖത്ത് നല്ല സങ്കടമൊക്കെ നമ്മൾ കണ്ടത്. അതിനു മുമ്പൊക്കെ രേണുസുതി നല്ല ജോലിയായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം എങ്ങാണ്ടാണ് അറിഞ്ഞത്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ രേണുസുതി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെന്റിന് പോയേനെ. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം രേണുസുതിക്ക് 4.5 വയസ്സുള്ള അച്ഛനില്ലാത്തൊരു കുഞ്ഞുള്ളതാണ്. രേണുസുതി ഒരു അമ്മയാണ്. ഉറപ്പായിട്ടും ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് രേണുസുതിക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അങ്ങനെയെങ്കിലും ട്രീറ്റ്മെന്റിന് പോകും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. രേണുസുതി പറഞ്ഞ കഥ മുഴുവൻ എനിക്ക് അത്ര ജെന്യുവനായിട്ട് തോന്നിയില്ല. പക്ഷെ ക്യാൻസർ ആണെന്നുള്ള കാര്യം കൺഫേം തന്നെയാണ്. രേണുസുതിക്ക് ഇപ്പോഴും സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം കിട്ടണമെന്ന് രേണുസുതി ആഗ്രഹിച്ചു കാണും. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത്. രേണുസുതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു രോഗമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇപ്പൊ രേണുസുതിക്ക് മറ്റുള്ളവരെ പഴി കേൾക്കുന്നത്, ഇപ്പൊ സമാധാനമില്ലാത്തൊരവസ്ഥ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് സൈബർ അറ്റാക്ക് കിട്ടുമ്പോഴേ നമുക്ക് അതിന്റെ വേദന മനസ്സിലാകത്തുള്ളൂ. സൈബർ അറ്റാക്ക് ഇങ്ങനെ നേരിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ആളുകൾ നമ്മളെ വെറുക്കുന്നത് നമ്മൾ അറിയുമ്പോഴത്തേനും നമുക്കിനെ ഒരു വിഷമം ഉണ്ടാവും. രേണുസുതി സോഷ്യൽ മീഡിയ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലെന്ന്. പക്ഷെ അവരുടെ മനസ്സിൽ സങ്കടമുണ്ട്. അവർക്കും ഒരു ഫാമിലി ഉണ്ട്. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവരെ കുറിച്ച് പറയുമ്പോഴത്തേനും, അതായത് മോശമായിട്ടുള്ള സ്ത്രീയാണ്, മദ്യപിക്കുന്നു, കുട്ടികളെ നോക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും ആർക്കാണെങ്കിലും വിഷമം തോന്നും. കുറെ ആളുകൾ ഇവരെ ബന്ധപ്പെടുത്തി സ്വർണ്ണക്കടത്തുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം പറയുവാണെങ്കിൽ ഇവർക്ക് അതിലൊരു ബന്ധവും ഇല്ല. ഇവർ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വെച്ച് അതിന്റെ പേരിൽ നാണം കെട്ടിരുന്നു. ഇപ്പോ നമ്മുടെ സുധിച്ചേട്ടൻ പോയി ആ ഒരു കാര്യം റിക്കവർ ആയി വരുന്ന ആ സമയത്ത് തന്നെ വീണ്ടും അടുത്തൊരു പരീക്ഷണം കൂടിയാണ് ദൈവം തന്നത്, ക്യാൻസർ എന്നത്. അപ്പം അതിനെ എങ്ങനെയാ ചേച്ചി തരണം ചെയ്യുന്നത്? ഞാൻ നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത്. ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഇതിന് വലിയ കുത്തുവാക്കുകൾ, ഞാൻ ഓർക്കുന്ന ക്യാൻസർ എന്ന രോഗം വന്നത് നമ്മളാരും ഒന്നും ചെയ്തിട്ട് വരുന്നത്, ഒരുപാട് കുഞ്ഞു പിള്ളേർക്ക് വരെ വരുന്നില്ല ഈ രോഗം. നമ്മളാരും എന്തെങ്കിലും ചെയ്തിട്ടാണോ, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. രേണുസുതി ക്യാൻസറിന്റെ കാര്യം വന്നപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് പറയുന്നുണ്ട് ഇതൊക്കെ സ്ക്രിപ്റ്റ് ആണെന്ന്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ രേണുസുതി സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ടിരുന്നു. അത് ഒരുപാട് വിവാദമായിരുന്നു. പിന്നീടാണ് നമ്മൾ മനസ്സിലായത് രേണുസുതി ആ പറഞ്ഞതെല്ലാം നുണയാണെന്ന്. അതുകൊണ്ട് രേണുസുതിയുടെ എന്തെങ്കിലും കാര്യം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കാൻ പാടുപെടും. അതാരുടെയും കുഴപ്പമല്ല. ഇതിനു മുമ്പ് രേണുസുതിയുടെ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിരുന്നു. രേണുസുതിയുടെ ഈ ക്യാൻസറിന്റെ കാര്യം ആദ്യം അറിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇത് ഫേക്ക് ആണെന്ന്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് സത്യമാണെന്ന്. രേണുസുതി ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പാത്തോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഇത് മാമോഗ്രാമിന്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറെ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിന്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്.
കമന്റ് ബോക്സിലൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അവർ ചെയ്യേണ്ട കർമ്മയാണെന്നൊക്കെ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അവർ നമ്മളോടൊന്നും ചെയ്തില്ല. അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത്. അതിലാണ് അവർ തെറ്റ് ചെയ്തത്. ചിലരൊക്കെ കമന്റ് കണ്ടാൽ ഓർക്കും അവരോട് രേണുസുതി എന്തോ ചെയ്തിരുന്നത്. ഒരിക്കലും നമ്മൾ വിമർശിക്കേണ്ടത് രേണുസുതി എന്ന വ്യക്തിയെയല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അവർ നമ്മളെപ്പോലെ ഒരു മനുഷ്യരാണ്. എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെയല്ല. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ഉള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളിങ്ങനെ വിമർശിക്കുന്നതിലൂടെ അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. അല്ലാതെ അവർ നശിച്ചു പോട്ടെ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ ഫ്രോഡ്. വ്ളോഗർ ആയിട്ടുള്ള അതിലുമായിട്ടുള്ള ഇഷ്യൂ ആണ് രേണുസുതിക്ക് ഇത്ര ഹേറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ കാരണം. അതായത് രേണുസുതി കുറെ കാര്യങ്ങളൊക്കെ കള്ളമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. ഇത് ഡൗട്ട് തോന്നി അതില് അവരുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചിട്ട് സത്യമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന്റെ പേരിൽ രേണുസുതി അവനെതിരെ കേസൊക്കെ കൊടുത്തു. അവനെതിരെ കേസ് കൊടുത്ത് അവൻ സ്റ്റേഷനിൽ ചെന്നിട്ടും പോലീസുകാർ അവനെ വെറുതെ വിട്ടു. അതായത് പോലീസുകാർ രേണുസുതിയുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിച്ചു. എന്നിട്ട് ഇവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് അവിടെ സംഭവിച്ചത്. അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം എല്ലാം പോലീസുകാർ കേട്ടതിന് ശേഷം അതിനെതിരെ കേസ് എടുത്തില്ല. അതാണ് അവിടെ സംഭവിച്ചത്. സത്യം പറയുവാണെങ്കിൽ തെറ്റും കുറ്റവും എല്ലാവരുടെ ലൈഫിലുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിലേക്ക് വരുവാണെങ്കിൽ രേണുസുതിയെക്കാളും വലിയ ഇഷ്യൂസ് ആയിരിക്കും നമ്മുടെയൊക്കെ ലൈഫിലുള്ളത്. പക്ഷെ നമ്മളതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നില്ല. രേണുസുതി ഇതൊക്കെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതുകൊണ്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രേണുസുതിയുടെ ലൈഫിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എന്തൊക്കെയായാലും രേണുസുതിയുടെ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് നടക്കട്ടെ. രേണുസുതി എത്രയും പെട്ടെന്ന് ഇതിലും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരട്ടെ. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.